സമകാലികം സെഷനിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് അഫ്സൽ നിലമ്പൂരാണ്. അഫ്സൽ നിലമ്പൂർ പിന്നെ ബിഹൈൻഡ് ദ കർട്ടൺ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം വേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ ഈ അടുത്ത് അദ്ദേഹത്തെ നമ്മൾ വേദിയിൽ പ്രത്യക്ഷപ്പെടുത്തിയിരുന്നു. അദ്ദേഹം നമ്മളോട് സൂം പ്ലാറ്റ്ഫോം വഴി ആണ് ഈ ഒരു ഡിസ്കഷനിൽ ചേരുന്നത്. ഇത് ബാംഗ്ലൂരിൽ ഇരുന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം എന്താ പറയുന്നു? അൽഹംദുലില്ലാ, സുഖം. ഇങ്ങനത്തെ സെഷനുകളിൽ അഫ്സൽ അധികം പങ്കെടുക്കലില്ല. അപ്പോൾ അഫ്സൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോവാം. PCR അതെ, റിക്വസ്റ്റ് അവിടെ നിന്ന് പ്ലേ ചെയ്യൂ. ഓക്കെ, റിക്വസ്റ്റ് അവർക്ക് എൻ്റെ അടുത്ത് നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. ഓക്കെ, അവർ പ്ലേ ചെയ്തോളൂ. ഞാനത് പ്ലേ ചെയ്യിക്കാം. ഏതായാലും അഫ്സലിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആദ്യം അഫ്സലിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഓക്കെ, അഫ്സൽക്ക കോൾകോം കമ്പനിയിൽ, അതായത് ഈ ചിപ്പുകൾ, അതേപോലെ പ്രൊസസ്സർ, മൊബൈലിലേക്ക് ആവശ്യമായ ചിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയിലെ ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനീയർ, സീനിയർ സ്റ്റാഫ് എഞ്ചിനീയർ. അഫ്സലിൻ്റെ പിന്നെ നാട് നിലമ്പൂരാണ്. അതായത് എൻ്റെ അടുത്ത് പറയണതിന് പകരം ശ്രോതാക്കളോട് പറയണ പോലെ പറഞ്ഞോളൂ. അപ്പോഴേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് എന്ത് പണിയാണ്, നിങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ലേ, പിന്നെന്തിനാ ചോദിക്കണേ? അതെ, ആ ചിന്ത മാറി കിട്ടും. അതെ, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. എന്റെ പേര് ഹഫ്സൽ, സ്വന്തം സ്ഥലം നിലമ്പൂരാണ്. ഏകദേശം 16 വർഷമായി VLSI ഇൻഡസ്ട്രി, അതായത് ചിപ്പ് ഡിസൈനിൽ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി കോൾകോം ആണ്. കോൾകോമിന്റെ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ കോൾകോം കമ്പനി പേര് കേൾക്കുമ്പോൾ അധികം ആളുകൾക്കും അറിയില്ല. പക്ഷെ കോൾകോമിന്റെ പ്രോഡക്റ്റ് എല്ലാവർക്കും അറിയാം. സ്നാപ്ഡ്രാഗൺ ചിപ്പുകൾ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ മോഡംസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇന്റലിലായിരുന്നു. ഏകദേശം 10 വർഷത്തോളമായി ഇപ്പൊ ബാംഗ്ലൂരാണ്. മുൻപ് കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ തിരുവനന്തപുരത്ത് കുറച്ചധികം സമയം ഉണ്ടായി. തിരുവനന്തപുരത്താണ് ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അതോടൊപ്പം തന്നെ ജോലി ആദ്യത്തെ 2 വർഷം ട്രിവാൻഡ്രം സീഡാക്കിലായിരുന്നു. ഓക്കെ, തിരുവനന്തപുരം വിട്ടപ്പോൾ പേഴ്സണലി നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായത് തിരുവനന്തപുരം വിട്ടപ്പോഴാണ്. നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിച്ചത് എവിടെ നിന്നായിരുന്നു? പഠിച്ചത് ഞാൻ TKM എഞ്ചിനീയറിംഗ് കോളേജ് കൊല്ലം ഡിഗ്രി ചെയ്തത്. ഓക്കെ, നമ്മുടെ പിന്നെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാം, പീസ് റേഡിയോ ഉൾപ്പെടെയുള്ള നമ്മുടെ മീഡിയ സ്കൂൾ ഉൾപ്പെടെ നമ്മുടെ ഒരു ടെക്നിക്കൽ സംഗതി എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ ഒരു നല്ല പെർഫെക്റ്റായൊരു ടീം വർക്ക് നമുക്കുണ്ട്. ഈ ടീം വർക്കൊക്കെ ആകുന്നതിൻ്റെ മുമ്പ് ഒരു ടീം മൊത്തം ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് കിട്ടിയ, ഭാഗ്യം കിട്ടിയ ഒരാളാണ് അഫ്സൽ. ഇപ്പോൾ ഒരു ഇക്കാക്കായിട്ട് ആസ് എ ഡയറക്ടർ എങ്ങനെ സജഷൻ പറയേണ്ട വിധം സീനിയർ പോസ്റ്റിൽ, അതെ, ഇവിടെ കമ്പനിയിലെ സീനിയർ പോസ്റ്റ് പോലെ തന്നെ അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തി. അഫ്സലടക്കമുള്ള നമ്മുടെ ആളുകളുടെ വലിയ എഫേർട്ടുകൾ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു ടോപ്പിക് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു പ്രൊഫൈസ് 4ാമത് പ്രൊഫൈസ് കണ്ണൂരിലാണ് അവസാനിച്ചത്. അൽഹംദുലില്ലാ അക്ഷരാർത്ഥത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത സെഷനായിരുന്നു. ലൈവ് പീസ് റേഡിയോ ലൈവ് സെഷനുള്ള ആളുകൾക്ക് ഒരുപക്ഷെ പ്രൊഫൈസ് നടന്നതുപോലും അറിയാത്ത അത്രയും വെറൈറ്റി ഓഡിയൻസാണ് നമ്മുടേത്. അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടുവന്ന ടോപ്പിക്ക് പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പിന്നെ ഫ്രോഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ സംബന്ധിച്ച ഒരു ഇതായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. 10 മിനിറ്റ് ആയിരുന്നു അഫ്സലിൻ്റെ സെഷൻ. ഷാർപ്പ് 10 മിനിറ്റ് 10-12 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സെഷൻ കൺക്ലൂഡ് ചെയ്തു. അപ്പം അന്നിങ്ങനൊരു ടോപ്പിക്ക് ഡിസ്കഷൻ വന്നപ്പോൾ പിന്നെ അത് ഇയാളെ പ്രത്യേകത, ഇയാൾ കേൾക്കണ്ട, ഇയാൾ പൊതുവെ പൊളിക്കാൻ ഭയങ്കര ഉഷാറാണ്, ബഗ് ഫൈൻഡറാണ് ശരിക്ക്. അപ്പോൾ അദ്ദേഹത്തെ ആ നിലക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്നു. സോ ആ ഒരു ടോക്കിൻ്റെ സാഹചര്യങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കരിയർ തുടങ്ങിയത് സത്യത്തിൽ സീഡാക്കിൽ നിന്നാണ്. സീഡാക്ക് എന്ന് പറയുമ്പോൾ സൈബർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യ ഗവൺമെന്റിന്റെ സൈബർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ലാബ് സീഡാക്കിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ
എന്റെ കരിയറിന്റെ തുടക്കം മുതൽ തന്നെ ഈ സൈബർ ക്രൈംസ് അതിന്റെയൊക്കെ ഒരുപാട് സെമിനാറുകൾ ട്രെയിനിങ്ങുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ പിന്നീട് അത് ഈ സൈബർ ക്രൈംസ് ഫിനാൻസുമായി ബന്ധപ്പെട്ട് അത് മാറി. അപ്പൊ തുടക്കം മുതൽ തന്നെ അത് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് അത് സൈബർ ലോകത്തുള്ള ഫിനാൻഷ്യൽ ക്രൈമുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ അടുത്ത് 2020 ഞാൻ നിലമ്പൂരിൽ വന്നപ്പോഴാണ്, അതായത് ഏകദേശം 2.5 വർഷത്തോളം വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ആ സമയത്താണ് ഈ സൈബർ ക്രൈമുകളെക്കാളൊക്കെ വലിയൊരു തട്ടിപ്പ് നമ്മളെ നാടുകൾ കേന്ദ്രീകരിച്ചുണ്ട് എന്ന് എനിക്ക് ബോധ്യം വരുന്നത്. ഒരു ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെയോ ഒക്കെ ആളുകളെ പറ്റിച്ച് കാശെടുക്കുന്നതിന് അത്ര പോലും ബുദ്ധിമുട്ടില്ലാതെ വെറുതെ കളവുകളും ഹൈപ്പുകളും ഉണ്ടാക്കി കോടികൾ തട്ടുന്ന ഒരു ബിസിനസ് തന്ത്രം ഞാൻ കണ്ടത് ഞാൻ നാട്ടിൽ കുറച്ചു കാലം ചെലവഴിച്ചപ്പോഴാണ്. അപ്പോൾ അന്നു മുതൽ അതിനെ കുറിച്ച് പഠിക്കാനും അത് ശ്രദ്ധിക്കാനും തുടങ്ങി. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചത് 1-2 അപ്പോഴാണ് കൂടുതലുണ്ട് എന്ന് എന്റെ പഠനത്തിൽ ബോധ്യമായി. അപ്പോൾ സമാന മനസ്കരായ IT അല്ലെങ്കിൽ ബിസിനസ് രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ എന്ത് ചെയ്തു, ഒരു കൂട്ടായ്മ ഇതിനായിട്ട് മാത്രം ഉണ്ടാക്കുകയും അവിടെ കേരളത്തിൽ വരുന്ന ഒരുവിധം എല്ലാ ഫിനാൻഷ്യൽ തട്ടിപ്പുകളാകട്ടെ അല്ലെങ്കിൽ പ്രൊജക്ടുകളാകട്ടെ ഞങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഒരു ഹലാൽ ഹറാം എന്ന വശത്തേക്കാൾ കൂടുതൽ അവിടെ തട്ടിപ്പുകളാണോ, ഇത് പൊളിയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഞങ്ങൾ കൂടുതലും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിസ്ഡം യൂത്തിന്റെ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തി ഇതേ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ ബന്ധപ്പെട്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ചുപേര് എന്തുണ്ട് ഈ വിഷയങ്ങൾ കുറച്ചു കാലമായി പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രോഗ്രാം കമ്മിറ്റി തീരുമാനിച്ചു, എന്തായാലും ഇതൊരു വലിയ തിന്മയാണ് സമൂഹത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കളയുക, പറ്റിക്കപ്പെടുക എന്നുള്ളതൊക്കെ. അപ്പം അവര് തീരുമാനിച്ചതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇത് എന്ത് ചെയ്യണം, പ്രൊഫൈസിൽ പ്രസന്റ് ചെയ്യണം. പ്രത്യേകിച്ചും പ്രൊഫഷണൽ കമ്മ്യൂണിറ്റിന്റെ തന്നെ കാശ് ഒരുപാട് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോ ഇത് പ്രോഗ്രാം ഞാൻ അവതരിപ്പിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടി. മറ്റു ഇതര സംഘടനകളുടെ നേതാക്കന്മാരിൽ നിന്ന് പോലും എനിക്ക് അഭിനന്ദനങ്ങൾ കിട്ടി. ഈ ഇങ്ങനൊരു സെഷൻ എടുക്കാൻ കാണിച്ച ധൈര്യത്തെ പ്രത്യേകം അവർ പ്രശംസിച്ചു. പക്ഷെ ആ അഭിനന്ദനങ്ങൾ ശരിക്ക് എനിക്കല്ല വരുന്നത്, ആ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർക്കാണ്, വിസ്ഡം യൂത്തിനും പ്രൊഫഷണൽ വിങ്ങിനുമാണ്. മാഷാ അല്ലാഹ്. നമ്മുടെ ഈ MLM മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു എല്ലാ അതിർത്തികളും കടന്ന് അത് മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിൽ ഇതേപോലെ ഒരു പരിപാടി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ എന്താ പറയുക, എഡ്യൂക്കേഷൻ സ്കാം നമ്മൾ നല്ലൊരു അജണ്ടയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർ അജ്മൽ അത് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നു. സംഘടന 100% അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് സംഘടന തന്നെ ശക്തമായി പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിൻ്റെയൊക്കെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങ് യൂറോപ്പിലേക്കൊക്കെ പോയി പഠിക്കാന്നുള്ള വ്യാജേന അവിടെ കുട്ടികൾ പോയി അകപ്പെട്ട് 2028 ആകുമ്പോഴേക്ക് കൂട്ടാത്മഹത്യയിലേക്ക് കുടുംബങ്ങൾ നീങ്ങുന്ന ചില വിഷയങ്ങൾ നമ്മൾ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല അപ്രിസിയേഷൻ അർഹിക്കുന്ന ഒരു ടോക്കായിരുന്നു അഫ്സൽ നടത്തിയത്. ചെറിയ സമയം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളായിരുന്നെങ്കിലും അതിൻ്റെ കുറച്ചും കൂടി വികസിപ്പിച്ച മേഖലകൾ വരാം. അഫ്സൽ, മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതുപോലത്തെ എല്ലാ സ്കാമുകൾക്കും ഫ്രോഡ് ബിസിനസ്സുകൾക്കൊരു വലിയ സാമൂഹിക ലക്ഷ്യങ്ങൾ പൊതുവെ പറഞ്ഞു കാണുന്നുണ്ട്. ബിസിനസ്സുകൾക്ക് അങ്ങനത്തെ ഒരു സാമൂഹിക ലക്ഷ്യം വെക്കുന്നതൊരു പ്രശ്നമാണോ? അവിടെ ഞാൻ 8 പോയിന്റുകൾ പറഞ്ഞു. ഞാൻ അത് തുടക്കത്തിൽ പറയണമെന്ന് വിചാരിച്ചിരുന്നു. അത് പറഞ്ഞിട്ട് ഞാൻ ഇതിനുള്ള മറുപടി പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോ നമ്മളൊരു ബിസിനസ് പ്രൊജക്റ്റുമായി നമ്മൾ സമീപിച്ചാൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം എന്നാണ്, അതിനുള്ള ഒരു സൂചനകളാണ് ഞാൻ അവിടെ അന്ന് പറഞ്ഞത്. ആ 8 പോയിന്റുകൾ, ഒന്ന് ഒരു ലാക്ക് ഓഫ് കോമ്പറ്റൻസി ആൻഡ് ക്രെഡിബിലിറ്റി ആണ്. അതായത് അത് കമ്പനികളുടെയും നോക്കുന്ന ആളുകൾ ആരാണ് ഇവർ, അവരുടെ സ്കിൽ സെറ്റ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതൊക്കെ നോക്കണം. അവര് എത്ര റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ചിലർ സാധാരണഗതിയിൽ 8 മുതൽ 12% വരെയാണ് ഒരു സേഫ് ആയിട്ടുള്ള റിട്ടേൺസ്. അതിൽ കൂടുതൽ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അത് സംശയാസ്പദമാണ്. ഇനി ഇങ്ങനെ വരുന്ന ആളുകൾ എന്ത് ചെയ്യും, നോ റിസ്ക് എന്നൊക്കെ പറയും. അത് നോ റിസ്ക് എന്നൊരാൾ പറഞ്ഞാൽ അങ്ങനെ ഒന്നും ബിസിനസ്സിലില്ല, അത് തട്ടിപ്പാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ ഞാൻ പറഞ്ഞ മൂന്നാമത്തെ ഒരു കാരണമാണ് അവര് സാമൂഹിക കാരണങ്ങളും ബിസിനസ് ആയിട്ട് കൂട്ടിച്ചേർക്കും. അപ്പൊ അതിലേക്ക് ഞാൻ തിരിച്ചു വരാം.
പിന്നെ അവരെന്ത് പറയും, നമ്മളെ നല്ല മലപ്പുറം ഭാഷയിൽ പറഞ്ഞ ബിഡൽസിന്റെ ഉസ്താദന്മാരായിരിക്കും. യൂസ് ഓഫ് ജാർഗൺസ് ആൻഡ് ഫാൻസി നെയിംസ്. അവർ വലിയ വലിയ കാര്യങ്ങൾ മാത്രമേ, ഇങ്ങനത്തെ വാക്കുകൾ അവർ ഉപയോഗിക്കും. പിന്നെ അത് പിരമിഡ് സ്കീം ആയിരിക്കും. വളരെ എളുപ്പമാണ്. നമ്മുടെ MLM ഒക്കെ തട്ടിപ്പാണോ എന്ന് മനസ്സിലാക്കാൻ ആളുകളെ എങ്ങനെയാണ് ചേർക്കുന്നത് നോക്കിയാൽ മതി. ഒരാളെ ലെഗിലാണ് അടുത്ത ആൾ വരുന്നുണ്ടെങ്കിൽ അത് പിരമിഡ് സ്കീമാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു പോയിന്റ്, വലിയ വലിയ നമ്പറുകൾ, വലിയ വലിയ ലക്ഷ്യങ്ങൾ അവർ പറയുമെന്നാണ്. അതുപോലെ തന്നെ ഫേക്ക് ടെസ്റ്റിമോണിയൽസ്, പെയ്ഡ് മീഡിയ ന്യൂസുകൾ, പെയ്ഡ് അവാർഡുകൾ. പിന്നെ അത് തന്നെ അവരെടുത്ത് അവരുടെ സോഷ്യൽ മീഡിയ വഴി അതൊരു ജെന്യുവിൻ ന്യൂസ് ആണ് എന്ന രീതിയിൽ അവർ പ്രചരിപ്പിക്കും. പിന്നെ അവരുടെ ബിസിനസിനെ കുറിച്ച് എന്തുണ്ടാവില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇത്രയും പോയിന്റുകളാണ് ഞാൻ മൊത്തത്തിൽ അന്ന് അവിടെ പറഞ്ഞു വെച്ചത്. ഇതില് ഇപ്പൊ താജുക്ക് ചോദിച്ചത് ഒരു സാമൂഹിക കാരണം കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണെന്നാണ്. സത്യത്തില് ഇതൊരു ട്രിക്കാണ്. അതായത് കാശ് ഉള്ളവന്റെ അടുത്ത് നിന്ന് കാശ് ഇറക്കലാണല്ലോ ഇവരുടെ ലക്ഷ്യം. അതിനവർ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണിത്. അതിന് 2 കാരണങ്ങളുണ്ട്. ചില ആളുകൾ ഉണ്ടാവും, അവർക്ക് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടാവും, ക്യാഷ് ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് വേണ്ട, ഒരു പെട്ടെന്നൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണ്ട, ഒരു പ്രോഫിറ്റോ റവന്യൂ ഒന്നും തിരിച്ചു കിട്ടേണ്ട, ഒരു റിട്ടേൺ കിട്ടേണ്ട ആവശ്യം അവർക്കില്ല. എന്നാൽ അവർക്ക് അപ്പോൾ ഒരു എക്സ്ട്രാ കാരണം കിട്ടണം. എന്ത്, ഞാനൊരു എന്താണ്, ഒരു സാമൂഹിക വിപ്ലവത്തിന്റെ ഭാഗമാകാൻ പോവാണെന്നുള്ളത് അവർക്കൊരു എക്സ്ട്രാ കാരണമാണ്. ഇനി അതുപോലെ തന്നെ ഒരു സെക്കൻഡ്, ഞാൻ ഇത് ശ്രോതാക്കൾക്ക് ഇത് വിസിബിൾ ആകാൻ വേണ്ടി പറയാം. നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ ഫേമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നല്ല പിന്നെ മരുന്ന് കിട്ടുന്നില്ല. അത് തന്നെ വളരെ കണ്ടന്റിൽ പ്രശ്നമുണ്ട്. അത് തന്നെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു തുകയല്ല, പ്രൈസല്ല. അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്, അതോടൊപ്പം ഇതൊരു സാമൂഹിക ക്ഷേമമാണ്. അതാണ് അഫ്സൽ ഉദ്ദേശിച്ചത്. അതെ, അതിലിപ്പോ അന്ന് ഞാൻ പറഞ്ഞ 2 എക്സാമ്പിൾസ് ഒരു കമ്പനി കേരളത്തിൽ ഇപ്പോഴുണ്ട്. ലോകം മുഴുവൻ ഓർഗാനിക് ഫാമിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോ ഒരു സാമൂഹിക കാരണമാണല്ലോ. നമ്മളൊരു ബിസിനസ്സിൽ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടീമിലേക്കും കൂടി നമ്മൾ ജോയിൻ ചെയ്യാന്നുള്ളതിലാണ്. ഇതിൽ പിന്നെ വേറൊരു ഇതിന്റെ പ്രധാന കാരണം ഇതുമല്ല. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന ഒരു കാരണമാണ്, ഈ കമ്പനികൾക്ക് എന്തുണ്ടാവില്ല, ശരിക്കും ഒരു കമ്പനിയെ നമ്മൾ ഒരാളെ മുന്നിൽ പ്രസന്റ് ചെയ്യുമ്പോൾ കാണിക്കേണ്ട ഡാറ്റ ഉണ്ടാവും. അത് ചിലപ്പോൾ അവരുടെ റവന്യൂ ആയിരിക്കും, അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ ടാർഗറ്റ്സ്, ഇതൊന്നും കാണിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അതിന് പകരം അവർക്ക് പറയാൻ വേറൊരു കാരണമാണല്ലോ. അപ്പോ ആ കാരണം ഉണ്ടാക്കലാണ് ശരിക്കും ഇവര് ചെയ്യുന്നത്. ഇത് ഇവരുടെ ഒരു തന്ത്രം മാത്രമാണ്, കാശിറക്കാനുള്ളത്. യെസ്. അപ്പോൾ ഇത് ശ്രോതാക്കളൊന്ന് അടിവരയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കൊണ്ടുപോയിട്ട് ഒരു സംവിധാനത്തിലിടുമ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ പലപ്പോഴും ഒരു ഫേക്ക് ടൂളായിട്ടാണ്, ആ പൈസ തട്ടാനുള്ള ഒരു സംഭവമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് എത്രത്തോളം ലോകം മുഴുവൻ ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിൻ്റെ മൊത്തം ചീട്ടും കമ്പനിയൊക്കെ ഇവരെടുത്ത് കൊടുത്താണല്ലോ, വട്ട് പറയാന്നല്ലാതെ. അപ്പോൾ അത് സിമ്പിൾ, ഇത് ഭ്രാന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. പിന്നെ വല്ലാതെ പൈസ കൂടുതലുണ്ടെങ്കിൽ ഇവിടെ തന്നാൽ മതി, ഇവിടെ ഒരുപാട് ആവശ്യമുണ്ട്. നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരാൾ ബിസിനസ്സിന് വന്ന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വന്ന് അയാൾക്കൊരു 7-8 സ്ഥലം കാണിച്ചു കൊടുത്ത്, 7-8 സ്ഥലം. അയാൾ കുറച്ച് തലയുള്ള ആളായതുകൊണ്ട് അയാളിത് പൊട്ടെന്ന് ഉറപ്പായി. അയാൾ നേരെ ആരിസ്മാലിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞേ, എൻ്റെ അടുത്തൊരു 40 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്, എനിക്കൊരു പള്ളി ഉണ്ടാക്കണം, നല്ല ഇൻവെസ്റ്റ്മെന്റ് അതാണെന്ന് പറഞ്ഞു. അപ്പോൾ വല്ലാതെ പൈസ ഉള്ള ആളുകൾ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി, വേണ്ട പരിഹാരം നമ്മൾ പറഞ്ഞുതരാം. എന്തായാലും ഒരു 10 കോടി ഉറുപ്പ്യ ആവശ്യമുണ്ട് ഇപ്പോൾ പീസ് റേഡിയോക്ക്. അത് മാത്രമാണ് ആ ഒരു കാര്യത്തിൽ പറയുള്ളത്. ബിസിനസ്സിന് ലക്ഷ്യം ഉണ്ടായിക്കൂടെ അഫ്സൽ? അതെ, ബിസിനസ്സിന് ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യം നമ്മള് അത് ഞാൻ പറഞ്ഞൊരു പോയിന്റ് ആണ്. ഇവര് പലപ്പോഴും പറയുക വലിയ ലക്ഷ്യങ്ങളാണ്. അവിടെ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, ഈ പറയുന്ന ലക്ഷ്യങ്ങളും പറയുന്ന ആളുകളും തമ്മിൽ മാച്ചാകണ്ടേ. ഇപ്പൊ ഞാന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇന്റലിലായിരുന്നു മുമ്പ്, കോൾകോമിന് മുമ്പ് വർക്ക് ചെയ്ത്, കോവിഡിന് മുമ്പ് ഇന്റലിൽ വർക്ക് ചെയ്ത്. അന്ന് ഞാനൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരുന്നു, ജാസ്പർ ലേക്ക് എന്നാണ് അതിന്റെ കോഡ് നെയിം. അത് 180 മില്യൺ ആണ് ആദ്യത്തെ സെയില്. ഇന്റലിന് ഓർഡർ ഉണ്ടായിരുന്നു. അത് ക്രോംബുക്ക് എന്ന ഒരു പർട്ടിക്കുലർ എൻട്രി ലെവൽ ലാപ്ടോപ്സിലേക്കുള്ള ചിപ്പായിരുന്നു. അത് കോവിഡ് കാരണം അത് 300 മില്യണിലേക്ക് എത്തി. അപ്പൊ ഇന്റൽ ആദ്യം തന്നെ പറഞ്ഞു, ഞങ്ങൾ 180 മില്യൺ 200 മില്യൺ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഇന്റൽ ഒരു വലിയ കമ്പനി, അവർക്ക് ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങളിൽ എന്തുണ്ട്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ടീം ഉണ്ട്, സപ്പോർട്ട് ടീം ഉണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ ഞാൻ ഇന്റലിന് മുമ്പ് ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു, ഒരു ചിപ്പ് കമ്പനി തന്നെയാണ്. അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വയർലെസ് ECG ആണ്.
അത് ക്ലിനിക്കലി പ്രൂവൺ വയർലെസ് ECG ആണ്. അവരുടെ സെയില് ഇപ്പോഴും 1 മില്യണിലേക്ക് എത്തിയിട്ടില്ല. 10 ലക്ഷത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കാരണം അവർക്ക് 3 രാജ്യങ്ങളിലെ അവർക്ക് എന്തുള്ളൂ, പ്രസൻസ് ഉള്ളൂ. അപ്പോ ഈ കമ്പനി 100 മില്യൺ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് എന്താണ്, ഈ സ്റ്റാർട്ടപ്പ് കമ്പനി 100 മില്യൺ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടാർഗറ്റ് അല്ല ഏത് തുടക്കത്തിൽ. അപ്പൊ കമ്പനികൾ ഒരു ടാർഗറ്റ്, ഒരു ലക്ഷ്യം പറയുമ്പോൾ എന്ത് ചെയ്യണം, അത് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ ഈ ചില കമ്പനികൾ, അതാണ് ഇവർ ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബിഡൽസ് എന്ന് പറഞ്ഞ മാതിരിക്കാണിത്. 193 രാജ്യങ്ങളിൽ ബിസിനസ് എത്തിക്കുന്നതാണ് ഒരു കമ്പനി ഇപ്പൊ അവകാശപ്പെടുന്നത്. 193 രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഉണ്ട്? എന്തൊക്കെ രാഷ്ട്രീയ ഭാഷാപരമായ എന്തൊക്കെ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പൊ ഇവരിങ്ങോട്ട് അതങ്ങോട്ട് തള്ളി വിടുകയാണ്. ഇതിപ്പോ കേരളത്തില് അതുപോലെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം കള്ളപ്പണം വെളുപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് സ്വിസ് ബാങ്കുകൾ, സ്വിറ്റ്സർലൻഡിലെ ബാങ്കുകൾ അല്ലെ. ഇതിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു ബാങ്ക് കേരളത്തിൽ വന്നിരുന്നു, സ്വിസ് ബാങ്ക്. പ്രത്യേകിച്ചും മുസ്ലിങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് വന്നത്. പലിശ രഹിത ഇൻവെസ്റ്റ് ബാങ്ക് എന്ന് തന്നെയാണ് അവരെന്ത് ചെയ്തത്, മുസ്ലിങ്ങൾക്കിടയിൽ പറഞ്ഞത്. അത് നിയമപരമായിട്ട് അങ്ങനെ പറ്റില്ല, അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും അവരുടെ ലക്ഷ്യം എന്താണ്, പലിശ രഹിത നിക്ഷേപമാണല്ലോ. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഒക്കെ എടുത്തു നോക്കിയാൽ വളരെ മനോഹരമായ ഒരു ചാർട്ടൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ എടുത്തുനിന്ന് പൈസ എടുക്കുന്നു, അവർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, റവന്യൂവിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കുന്നു, ആ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ ചാരിറ്റിക്ക് പോകുന്നു. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള ആളുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, അവരുടെ സ്കിൽസ് ഒന്ന് നമ്മൾ നോക്കി. അവരുടെ ആകെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് ബാങ്കിൽ അവർ 2-3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതെന്തല്ല, ആളുകളെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു എക്സ്പീരിയൻസ് അവനില്ല. അപ്പൊ ആളുകളുടെ സ്കിൽ സെറ്റ്. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 2015 കേരളത്തിൽ വന്ന ഒരു കമ്പനി ഉണ്ട്. അവർ അന്ന് പറഞ്ഞു, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അവര് പൈസ വാങ്ങാൻ വേണ്ടി അവർ പറഞ്ഞ ബിഡൽസ് എന്ന് പറയുന്ന ആയിരിക്കുള്ള ഒരു വേണം, കേരളത്തിൽ നിന്ന് ഫേസ്ബുക്ക് വേണ്ടേ, ഇൻസ്റ്റഗ്രാം വേണ്ടേ, ആമസോൺ വേണ്ടേ. ആ സാധുക്കൾ വിചാരിച്ച എന്താ വെച്ചാൽ ഒരു വെബ്സൈറ്റ് ഡിസൈനാണ് പഠിച്ചാൽ ഒക്കെ ഉണ്ടാക്കാനാണ്. ആമസോൺ എന്ന് പറയുന്നത് ഒരു IT കമ്പനി പോലും അല്ല. അവർ ഈ 10 വർഷത്തിന് ശേഷം, ഇപ്പോ ഏകദേശം 2024 അവസാനമായില്ലേ, ഒരു ഡീക്കേഡ് അവർ പ്രവർത്തിച്ചു കേരളത്തില്. ഇന്നും അവര് പറയണ എന്താണ്, കേരളത്തിൽ നിന്നും ഫേസ്ബുക്ക് വേണ്ടേ, ഇൻസ്റ്റഗ്രാം വേണ്ടേന്ന്. 10 വർഷം കൊണ്ട് അവർക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അവിടെയാണ് ലക്ഷ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, ഒരു കമ്പനി വന്ന് ലക്ഷ്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങുമ്പോൾ അതും അവരുടെ ആളുകളുടെ സ്കിൽ സെറ്റും അവരുടെ ക്വാളിഫിക്കേഷനൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. അവിടെ അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ കമ്പനികൾക്ക് എപ്പോഴും ലക്ഷ്യങ്ങളും ടാർഗറ്റുകളും ഉണ്ടാവും, പക്ഷെ അത് അച്ചീവബിൾ ആണോ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിനുള്ള സ്കിൽ സെറ്റ് ഇവർക്കുണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം. അല്ല മോനെ, എൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, ഇന്റലിന് ഉണ്ടാക്കി കൊടുത്തേ ആ ചിപ്പില് നമുക്ക് എന്താ ഒരു തന്ന ശമ്പളത്തിന്റെ പുറത്ത് നമുക്ക് ശമ്പളം കിട്ടുള്ളൂ. അതാണ് ഈ ബിസിനസ്സിലേക്ക് ആളുകൾ ആകർഷിക്കുന്ന ഒരു കാര്യം. അതെ, ഞാൻ പറഞ്ഞത് 300 മില്യൺ എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആണ്. ആ ഒരു ചിപ്പിന് $10 ഉണ്ടെങ്കിൽ തന്നെ എത്ര ബില്യൺ ഡോളറായി. ബിസിനസ്സിൽ നോക്കുമ്പോ ഇതാണ് ഒരു ആള് ഇപ്പത്തെ പുതിയ തലമുറ ചിന്തിക്കണേ. ഇപ്പൊ അഫ്സൽ അത് ഉണ്ടാക്കി കൊടുത്തു, അതിനു വേണ്ടി പണിയെടുത്തു, അതിന് കൃത്യ ഒരു ശമ്പളം കിട്ടി. ആ കമ്പനിന്റെ മുതലാളി അഫ്സലായിരുന്നെങ്കിൽ എത്ര കിട്ടുമായിരുന്നു എന്നാണ് എന്ത് ചെയ്യണത്. അവിടെയാണ് ഈ ചൂഷണം എന്നുള്ള സാധനം വരുന്നത് എന്ന് പറയാം. അല്ല, അത് സ്വാഭാവികമായിട്ട് MNC-കളിൽ, ഇപ്പൊ എന്റെ പ്രൊഫഷൻ തന്നെ ഇന്ത്യയിലും അല്ലെങ്കിൽ ലോകത്തും ഏറ്റവും കൂടുതൽ ഒരു സാലറി കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്. നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കഷൻ എടുക്കാം. നമുക്കൊരു വേറെ സെഷനിൽ എടുക്കാം. ഇത് അവിടെ കവർ ചെയ്ത് വരുന്നുണ്ട്. കമ്പനികൾ പ്രോഫിറ്റ് ഷെയറിംഗ് ഉണ്ട്, അത് വേറെ രീതിയിലാണ്. ഓക്കെ, ശരി. അദീപ്, ഒന്ന് ഫസ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്തരം ആളുകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഈ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് പരാതിയില്ല, അവർക്ക് മാസം മാസം ലാഭം കിട്ടുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? അത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്. അതുപോലെ എനിക്ക് വളരെ അനുഭവം ഉണ്ട്. ഈ മൈക്രോ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കമ്പനി, ആ തട്ടിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് സമയത്തൊക്കെ നടക്കുന്നത്. ആ സമയത്ത് അവരോട് പോയി ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയും. ഇതില് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മളൊരാള് 10 ലക്ഷം രൂപ ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു കമ്പനി തുടങ്ങി, ഞാനൊരു തട്ടിപ്പ് കമ്പനിയാണെന്ന് വിചാരിച്ചോളൂ.
ആ കമ്പനി തുടങ്ങി. എന്റെ ഒരു സുഹൃത്ത് എനിക്ക് 10 ലക്ഷം രൂപ തന്നു. ഞാൻ അവന് റിട്ടേൺ ഓഫർ ചെയ്യുന്നത് 30%. ഉം. അപ്പൊ ഞാൻ ഒരു വരുമാനം ഉണ്ടാക്കണ്ട, ഞാനൊരു കമ്പനി റൺ ചെയ്യണ്ട, ആ ക്യാഷ് മതി എനിക്ക് അവന് 3 വർഷത്തോളം റിട്ടേൺ കൊടുക്കാന്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ, ഞാൻ ഒരു വർഷം തന്നെ അവൻ എന്ത് ചെയ്യും, 1-2 വർഷം അവൻ തന്ന അതേ മുതലിന് അതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാക്കാതെ ആ പൈസ തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും. അങ്ങനെ ഞാൻ 100 ആളുകൾക്ക് കൊടുക്കുമ്പോഴേക്ക് സംഗതി എന്തായി, കമ്പനി വിജയമായില്ലേ, ഭയങ്കര പബ്ലിസിറ്റി ആയിരിക്കും കമ്പനിക്ക്. ഇതാ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ, എല്ലാവർക്കും അവരെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി റിട്ടേൺ കൊടുക്കുന്നുണ്ട് എന്നുള്ള കമ്പനിക്ക് നല്ലൊരു സൽപ്പേര് വരും. ഈ സൽപ്പേര് ഉപയോഗിച്ചിട്ട് അടുത്ത 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, കൂടുതൽ ആളുകൾ കൂടുതൽ തുക, നേരത്തെ 10 ലക്ഷം ആണെങ്കിൽ അത് 20, 50, 60, 1 കോടി, 1.5 കോടിയൊക്കെ ആയി മാറും അടുത്ത ലെവൽ ഓഫ് ആളുകൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി കാശ് കിട്ടിയ ആളുകൾ ഉണ്ടല്ലോ, അവരെന്താ ചെയ്യാ, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇതേ കമ്പനി പല പല വേറെ സ്കീമുകൾ ഉണ്ടാക്കുകയും ആ കാശ് തിരിച്ച് ആ കമ്പനിക്ക് തന്നെ കൊണ്ടുവരും. അപ്പോൾ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കൊക്കെ എന്ത് വരും, കാശ് കിട്ടും. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ബബിള് പൊട്ടുക. അപ്പോ ഈ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാഷ് കിട്ടുന്നു എന്നല്ല നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയാണ് ആ കമ്പനി ആ കാശ് ഉണ്ടാക്കിയത്, ലാഭവിഹിതം ഉണ്ടാക്കിയത് എന്നും ആ ലാഭത്തിന്റെ എത്ര ശതമാനമാണ് എനിക്ക് കിട്ടിയത് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ പരിശോധിക്കണം. അല്ലാതെ കാശ് കിട്ടുന്നു എന്നുള്ളത് എന്തല്ല ഒരു കാരണമല്ല, ആ കമ്പനി ജെനുവിൻ ആണ് എന്നുള്ളതിന്. കാരണം എങ്ങനെയാണ് പോൺസി സ്കീമുകൾ വർക്ക് ചെയ്യുന്നത്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. ആ കമ്പനി എങ്ങനെയാണ് ആ റവന്യൂ ഉണ്ടാക്കിയത്, അതിൽ നിന്ന് എത്രയാണ് പ്രോഫിറ്റ്, ആ പ്രോഫിറ്റിന്റെ എത്ര ഷെയർ ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യമാണ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാത്രം പണം ഉണ്ടാക്കിയ ആളുകളുണ്ടല്ലോ, പാസീവ് ഇൻകം ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതെ, എന്റെ ടോക്കിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവിടെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, നമ്മളിങ്ങനെ കൊണ്ടുപോയി ഒരു 20 ലക്ഷം രൂപ ഞാനൊരു ബിസിനസ്സിനാണ് പൈസ മാത്രം കൊടുത്തു, ഞാൻ അങ്ങനെ വെറുതെ ഇരുന്നാൽ ക്യാഷ് വരും എന്നുള്ളൊരു ധാരണ അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. പാസീവ് ഇൻകം, നിങ്ങൾക്ക് ഇൻകം വേണോ, നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, നന്നായി പഠിക്കണം, അവിടെ നല്ല എഫേർട്ട് ഇടണം. അതിന് പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ അധികം ആളുകൾ എന്ത് ചെയ്യുന്നത്, ഓൺലൈൻ തട്ടിപ്പുകളിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ആളുകൾ പെടുന്നതും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ ആളുകൾ കാശ് കളയുന്നു. അവിടെ നല്ല എഫേർട്ട് ആവശ്യമുണ്ട്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ക്യാഷ് ഉണ്ടാക്കിയ ഒരാളാണ് വാരൻ ബഫറ്റ്, നമുക്കൊക്കെ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം IT ബിസിനസ്സിൽ എന്ത് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം, ആ ബിസിനസിനെ കുറിച്ച് എനിക്ക് അറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്തിട്ടില്ല, ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ്. പിന്നീട് അദ്ദേഹം ഖേദിച്ചിട്ടൊക്കെ ഉണ്ട്, അന്ന് അത് ഞാൻ പഠിച്ചില്ല എന്നുള്ള. ഇവിടെ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ബിസിനസ്സിൽ ചെയ്യുന്നുണ്ടോ, നമുക്കൊരു പാസീവ് ഇൻകം വേണോ, വെറുതെ ചുമ്മാതിരുന്ന് എന്തുണ്ടാവില്ല, അതുണ്ടാവില്ല. നമുക്ക് ഇൻകം വേണമെങ്കിൽ അവിടെ ഒരു എഫേർട്ട് അവിടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സുമായി നടത്തി പരിചയമുള്ള ആളുകൾ, അവരുടെ വെറും വർത്താനമല്ല, അവരെ കൂടെ അത് പഠിക്കണം. ആ പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. കുറെ ആളുകൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്, അവരൊക്കെ നല്ല എഫേർട്ട് ഇട്ട് തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. അതായത് നമ്മൾ ആ ബിസിനസ്സിനെ പറ്റി പഠിച്ച് അതിൽ നല്ല എഫേർട്ട് എടുത്താലേ നമുക്കത് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികം. അറിയാത്ത ബിസിനസ്സിൽ എന്ത് ചെയ്യരുത്, കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യരുത്. പൊതുവേ അത് പറഞ്ഞാൽ പിന്നെ ഭ്രാന്ത് വരും. അതായത് ഒരു ഐഡിയ ഇല്ലാത്ത സാധനത്തിക്കാണ് പൊതുവെ ആൾക്കാർ ഇറങ്ങുക. നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, വളരെ ഫിസിക്കലി തന്നെ ഒരു വ്യക്തി അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, മീൻ കച്ചവടമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്, മീൻ വാങ്ങിയൊരു ബന്ധമല്ലാതെ വേറൊന്നും ഉണ്ടാവില്ലോ, അവനാണ് എന്ത് ചെയ്യുക, അതിലൊരു 10 ലക്ഷം മുടക്കാൻ പോവുക. അപ്പം പൊതുവേ ബിസിനസ്സുകളൊക്കെ പൊളിയാറുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇതും അങ്ങനെ തന്നെ ആയിക്കൂടെ, അല്ലെങ്കിൽ അത്ര തന്നെ അല്ലേ ഇതുള്ളൂ എന്നാണ് പൊതുവെ ചിന്തിക്കുക. അതെ, അത് ഞാന് സാധാരണഗതിയിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആളുകൾ എന്നോട് തിരിച്ച് പൊളിഞ്ഞ ബിസിനസ്സുകളൊക്കെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാം, അതിപ്പോ ഏത് ബിസിനസ്സും പൊളിയില്ലേ, അതൊരു കറക്റ്റ് ആണല്ലോ. അപ്പൊ അതിന് തിരിച്ചു പറയാനുള്ള ഒരു ഉത്തരം, ഇപ്പൊ നമ്മളിപ്പോ ഒരു വിമാനത്തിൽ നമ്മൾ കയറുകയാണ്, വിമാനത്തിൽ കയറാൻ ഏത് വിമാനം തകരും, അല്ലെങ്കിൽ ഒരു കപ്പൽ കയറുകയാണ്, ഒരിക്കലും മുങ്ങില്ല എന്ന് വീമ്പുകളാക്കിയ കപ്പലുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, മുങ്ങിയിട്ടുണ്ട്. അതിനൊരു സാധ്യത ഉണ്ടല്ലോ അല്ലെ, ആ സാധ്യത ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാവോ, ഒരു തല്ലിപ്പൊളി കപ്പലിലോ തല്ലിപ്പൊളി വിമാനത്തിലോ പോയി കയറോ, ഇല്ലല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവിടെ കയറുമ്പോൾ അതിൻ്റെതായ സേഫ്റ്റി മാനദണ്ഡങ്ങൾ അവർ പാലിച്ചിട്ടുണ്ടോ, അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കയറാൻ. ഇത് തന്നെയാണ് ബിസിനസ്സിലുള്ളത്.
പൊളിയുന്ന ബിസിനസ് പൊളിയുന്ന ഉറപ്പുള്ള ഒരു ബിസിനസ് കൊണ്ട് എന്ത് ചെയ്യണ്ട, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. പൊളിയും എന്ന് എങ്ങനെയാണ് നിങ്ങൾ നോക്കുക? അതിനുള്ള ചില സൂചികകളാണ് ഞാൻ പറഞ്ഞത്. ഇന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോഴാണ് അത് പൊളിയോ പൊളിയില്ലേ, തട്ടിപ്പാണോ തട്ടിപ്പല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാം. അതാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു വിശദീകരിച്ചു. ഇനി ഫിനീഷ് എന്ന് പറയുന്ന ഒരു ശ്രോതാവുണ്ട്. അയാൾക്കുള്ളൊരു സംശയം പറയട്ടെ. സ്ഥാനാർത്ഥിയായിരുന്ന സെറിന്റെ സൗണ്ട് ആർക്കെങ്കിലും തോന്നിയോ? നിങ്ങളെ ശബ്ദം കേട്ടിട്ടേ. ഏതായാലും അസ്സലാമു അലൈക്കും. അഫ്സലിൻ്റെ പ്രൊഫൈസിലെ ക്ലാസ് യൂട്യൂബിൽ നിന്ന് കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന ഒരു പ്രതീതിയായി. അദ്ദേഹത്തെക്കുറിച്ചും അറിയാൻ പറ്റി. ആ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തേതും. അന്ന് മിസ്സായവർക്ക് ഇത് ഉപകാരപ്രദമായി. സമൂഹത്തിനെയും സമുദായത്തിനെയും കൂടുതൽ സേവിക്കാൻ അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് അനീസയുടെ മെസ്സേജ് ഉണ്ട്. ആമീനെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. എന്തായാലും അദ്ദേഹത്തിന് നമ്മുടെ രംഗത്ത് എന്തെങ്കിലും ഒരാൾ ഒരു സംഗതിക്ക് കടന്നാലേ പിന്നെ അയാൾക്ക് സമൂഹം പണിയെടുത്തോണ്ടിരിക്കും. അപ്പോൾ ഇയാൾക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു വളരെ ചെറിയ പ്രായത്തിൽ നമുക്കറിയാം അയാളുടെ ബഗ് ഫൈൻഡറാണ്. ഒരു ഇഷ്യൂസ് കണ്ടെത്തി ചൊറിയാനുള്ള വൈദഗ്ധ്യവും സ്പെഷ്യലൈസേഷൻ ഇൻ ചൊറി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു പ്രകൃതം നന്നായി അൽഹംദുലില്ലാ ഇതിൽ നമുക്ക് ഉപകാരപ്പെടും എന്ന് പറയാം. ഇനി അഫ്സലിൻ്റെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അത് കേട്ടിട്ട് ശ്രോതാക്കളുടെ ഒരു കമൻറ്റ് പറയാം. ജസ്റ്റ് PCR നിന്ന് പ്ലേ ചെയ്യാമോ? ഒരു ഇൻട്രോ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കംഫർട്ട് ആക്കണം തന്നെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സംസാരിക്കാം. അത് എനിക്ക് വാട്സപ്പിലെ മെസ്സേജ് ആണ്. അപ്പം വെറുതെ ആവശ്യമില്ലാതെ സ്ഥിരം വേദി കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ആവശ്യമില്ലാത്ത കുറെ ഭയമൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ നല്ല അടിപൊളിയായി അദ്ദേഹം സെഷൻ ഹാൻഡിൽ ചെയ്തു. ശ്രോതാക്കൾ പറയേണ്ടത് ഈ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ വേണം. കൂടുതൽ മികച്ച ഡിസ്കഷനുകളൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാം. അടുത്ത് ഒരു പാനൽ ഡിസ്കഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ ചർച്ചയിൽ അത് ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്നത്. ഏതായാലും അഫ്സൽ ജോലിക്ക് പോകാനുള്ള തിരക്കിനിടയിലാണ്. കുട്ടികൾ ഉണർന്നിട്ടില്ല? കുട്ടി ബഹളങ്ങളൊന്നും കേട്ടില്ല? വൈഫ് നന്നായി ഹാൻഡിൽ ചെയ്തെന്ന് തോന്നുന്നു. ബസ് വരാൻ സമയമായി. ഓക്കെ, ബറക്കല്ലാഹു ഫീക്ക്. വൈഫിനോട് പ്രത്യേകം സന്തോഷം പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും. നല്ലൊരു അടിപൊളി സെഷൻ, മാഷാഅല്ലാഹ്, ബറക്കല്ലാഹു ഫീക്ക്. നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് എന്നിങ്ങനെ പറയുമ്പോൾ അത് ഏതാണെന്ന് ആളുകൾക്ക് സംശയം ഉണ്ടാകും. നിങ്ങൾ നേരെ വിസ്റ്റൺ ഗ്ലോബൽ TV പോവുക. അതിൽ തത്സമയം എടുക്കുക, അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റ് എടുക്കുക. പ്ലേ ലിസ്റ്റിൽ പ്രൊഫൈസ് 4.0 എടുക്കുക. അതിൽ അദ്ദേഹത്തിൻ്റെ ടോക്ക് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയൊന്നും എടുക്കാൻ കഴിയാത്ത ആളുകൾ ഇവിടെ പീസ് റേഡിയോയിൽ മെസ്സേജ് അയച്ചാൽ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നോളൂ എന്നുള്ള കാര്യം കൂടി പറയാണ്.